ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ അതാ ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. ഇത് രാവിലെ തന്നെ ഏട്ടന് വെച്ച ചായ കേട്ടോ. അപ്പോൾ ഏട്ടന് പോകാൻ ലേറ്റ് ആയപ്പോൾ ഏട്ടൻ ചായ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം എന്ന് ഏട്ടൻ പോയി. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്ക് വേണ്ടി അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നേരെ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി കേട്ടോ. രാവിലെ നീറ്റ് കുളി അതൊന്നും ഇപ്പം നടക്കാറില്ല. കുളിയൊക്കെ എപ്പോഴെങ്കിലും ആയിരിക്കും, ചിലപ്പം വൈകുന്നേരം ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും, ചില സമയം രാവിലെ കുളിക്കും, ചിലപ്പോൾ രാത്രിയൊക്കെ ഞാൻ കുളിക്കുന്ന സമയമുണ്ട് കേട്ടോ. ഇപ്പം നന്ദോട്ടി വന്നതിന് ശേഷം എൻ്റെ എല്ലാ സമയം താളം തെറ്റി കിടക്കുകയാണ്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ ചായ കുടിക്കില്ല, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കാറ്. കാരണം രാത്രി മോള് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പാല് കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉറക്കം കറക്റ്റ് ആവാറില്ല, പകൽ തീരെ ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ കുറച്ച് ലേറ്റാക്കി എഴുന്നേൽക്കാറ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അടിച്ച് വരാൻ പോവാം കേട്ടോ. ഇത് നമ്മളെ മുറ്റം അങ്ങനെ ദിവസം അടിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല, കാരണം മുറ്റത്ത് അങ്ങനെ ചെണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇടയിൽ നമ്മൾ വരുന്ന വഴിയിൽ നിറയെ മാവിൻ്റെ ഇലയും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ദിവസം അടിച്ച് വാരിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. വീട്ടിൽ ആൾ താമസിക്കാത്ത വീട് പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അത് വേഗം അടിച്ച് വാരിയിട്ടു. അപ്പോൾ ഇന്ന് ഒരുപാട് പണികളുള്ള ദിവസമാണ്. എന്താ പറയുക, എനിക്കെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം മോളുള്ളതിനെ കൊണ്ട് എന്തൊക്കെയാണോ എപ്പോഴെങ്കിലൊക്കെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു പൂവാട്ടോ, ഓണത്തിനൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട് ഈ പൂവ്. കറക്റ്റ് കളർ ഇത് തന്നെയാണ് കേട്ടോ, നല്ല റെഡ് കളറാണ്. അപ്പോൾ ഇതിനൊരു എന്തോ ഒരു പേരാണ്, എന്തോ ഒരു വാഴയാട്ടോ. ഈ ചെടി അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പേരെന്താണ്. പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു പൂവാട്ടോ ഇത്. ഇത് നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഒക്കെ കൂടി മിക്സാക്കി വെക്കുന്ന പൂവില്ലേ, കനകാംബരം, ആ പൂവാട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നന്ദുട്ടീൻ്റെ ഡയപ്പർ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരു ചാക്കിലാക്കി വെക്കാം കേട്ടോ ചെയ്യാറുള്ളത്. അത് എന്നിട്ട് കുറച്ച് കൂടുതലാകുമ്പോൾ അത് ജെല്ല് മാറ്റിയിട്ട് ഡിസ്പോസ് ചെയ്യാറുള്ളത്. പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേഗം കൈയൊക്കെ കഴുകി അകത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ കുറേ ആയിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി ഒന്നും നടക്കാറില്ല കേട്ടോ. ഇത് നമ്മളെ കൊലയിലുണ്ടായിരുന്ന കിളിക്കൂടാട്ടോ. അതിൽ കിളി വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ട് പറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും രണ്ടാമതും മുട്ടയിടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൂട് എടുത്തു മാറ്റണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എടുത്ത് മാറ്റാത്തത് നന്നായി. പിന്നെ അവർക്ക് ഉപകാരമായല്ലോ. അപ്പോൾ തന്നെ ഞാൻ മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അകത്ത് വന്ന് നോക്കുമ്പോൾ ചായക്കുട്ടിയും നന്ദൂട്ടിയും നല്ല ഉറക്കാട്ടോ. നന്ദൂട്ടി ഇപ്പം ഇങ്ങനെയൊക്കെ ആട്ടോ കിടക്കുക. രാത്രി ഞാൻ നല്ല രീതിയിൽ കിടത്തും. രാവിലെയൊക്കെ ആകുമ്പോൾ അവൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അവസാനം കമന്നിട്ടൊക്കെ ആട്ടോ കിടക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് കംഫർട്ടബിൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നിവർത്തി കിടത്തിയായിരുന്നേ. പിന്നെ അവൾ ഇങ്ങനെ തന്നെ കിടക്കുമ്പോൾ എനിക്ക് തോന്നി അതിന് അങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷെ ഒരു ടെൻഷനാണ്, നമുക്ക് മൂക്ക് കുത്തി പോകുമോ എന്നുള്ള ടെൻഷനാട്ടോ. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടി കിടക്കട്ടെ കേട്ടോ. 7-7:15 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം വന്ന് സോഫയിലിരുന്ന് കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. വേഗം ചായ കുടിച്ച് എനിക്ക് വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. എന്നോട് കുറേ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ എന്ന് പറയുമ്പോൾ വിരലെണ്ണാൻ പറ്റുന്ന അത്രയും ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, ഡെയിലി വ്ളോഗ് ഇടണം എന്നൊക്കെ. എനിക്ക് ആഗ്രഹം കേട്ടോ, പക്ഷെ നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടമെന്ന്. കാരണം ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് എല്ലാവരും ചെയ്യാനാണ് എല്ലാവരും പറയാറുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയായിരുന്നു. ഇവിടെ പ്രസ്സറില്ല, പ്രസ് ചെയ്യുന്ന സാധനം ഇല്ല കേട്ടോ. എനിക്കത് വാങ്ങാൻ തോന്നിയിട്ടില്ല, കാരണം ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അടുക്കളയത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്ന് നോക്കുമ്പോൾ നന്ദൂട്ടി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിണ്ടാണ്ട് വേഗം അടുത്ത പണി ചെയ്യാം കേട്ടോ. മാക്സിമം അവൾ കരയുന്നതിന് മുമ്പ് ബാക്കി എല്ലാ പണിയും ചെയ്ത് തീർക്കാൻ ഞാൻ നോക്കാറില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ചാരുട്ടിൻ്റെ യൂണിഫോം തപ്പി വന്നതാട്ടോ. ഞാൻ മുകളിലോട്ട് വന്നപ്പോഴാണ് യൂണിഫോം കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി അതെടുത്ത് അലമാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വന്നല്ലേ വിചാരിച്ചിട്ട് നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഉണക്കിയതാട്ടോ. അപ്പോൾ ഞാൻ ഇന്നും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് വിരിച്ചിടാം കേട്ടോ. പിന്നെ മറന്നു പോകും. ഇതൊക്കെ ചാരുട്ടിക്ക് സ്കൂൾ പോകാനുള്ള സമയത്താട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ മുകളിലോട്ടൊക്കെ കണക്കായിരിക്കും, കേരള ഉണ്ടാവില്ല. നന്ദുട്ടി എഴുന്നേറ്റാൽ പിന്നെ അവളെടുത്ത് നടക്കുക, അവളെ കാര്യങ്ങൾ തന്നെയായിരിക്കും ചെയ്യാനുണ്ടാവുക. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നന്ദുട്ടി നീറ്റ് ഒരു സൈഡ് തിരിഞ്ഞ് എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് പുതപ്പൊക്കെ ഒന്ന് അലമാരിയിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ചാരുട്ടിൻ്റെ യൂണിഫോം എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ
യൂണിഫോം എന്താ പറയുക, ഷർട്ട് ചിലപ്പോഴേ ഇസ്തിരി ഇടാറുള്ളൂ, സ്കേർട്ട് ദിവസം ഇസ്തിരി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഷർട്ട് ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ചെയ്യാറ് എങ്ങനെയാ അറിയോ, പ്ലഗ് നമ്മളെ ഹോളിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഇസ്തിരിപ്പെട്ടി കുത്തും. എന്നിട്ട് ചൂടായിട്ട് ഇവിടെ വന്നിട്ട് തേക്കാറാട്ടോ ചെയ്യാറുള്ളത്. അവിടെ കൊണ്ട് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് പാടായതിനെ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ എളുപ്പപ്പണികളാട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ആ നന്ദൂട്ടി എഴുന്നേറ്റ് നല്ല കളിയാണ്. അതിനിടയ്ക്ക് ഞാൻ ചാരുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെ തലയിൽ തോർത്തിന് പകരം കിട്ടുന്ന ഒന്നാട്ടോ. അത് നല്ല യൂസ്ഫുൾ ആട്ടോ, നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിച്ച് വന്നാൽ മുടിയുള്ള കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ചാരുട്ടിക്ക് വേണ്ടി വന്ന് വാങ്ങിച്ചാട്ടോ. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുളിച്ച് വന്ന് വേഗം, ഇത് മൈക്രോ ഫൈബർ ആയതിനെ കൊണ്ട് തന്നെ വേഗം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ മുടി ഉണങ്ങും കേട്ടോ. പിന്നെ തോർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്ദുട്ടീൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവൾക്ക് ട്രൗസറൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ നോക്കുകയാണ്. അപ്പോൾ ഫോണൊക്കെ കണ്ടാൽ, അതുപോലെ ടി വി ഒക്കെ കണ്ടാൽ അപ്പോൾ നന്നായി ശ്രദ്ധിക്കും കേട്ടോ. ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആളെല്ലാവരും മുഖത്തെയൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ചാരുട്ടിക്ക് പോകാൻ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ വേഗം വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അവൾക്ക് ദിവസം 2 ഭാഗം കെട്ടിക്കൊടുക്കണം കേട്ടോ. ഞാൻ ഈ അടുത്ത് മുടി കട്ട് ചെയ്തതിനെ കൊണ്ട് പിന്നിടാറില്ല. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, റിബൺ വെച്ച് കെട്ടിക്കൊടുക്കാറ് കേട്ടോ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുട്ടീനെ എന്താ പറയുക, ഞാൻ ദിവസം ചെയ്തൊരു കാര്യം കേട്ടോ. അത് നന്ദുട്ടിക്ക് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കും. നമ്മൾ പല്ല് തേച്ച് മുഖം കഴുകുന്ന പോലെ അവൾക്ക് പല്ലൊന്നും തേക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവൾക്ക് ചൂടുള്ള വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുമ്പോൾ അവൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുമല്ലോ. അതിനിടയ്ക്ക് ചാരുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് വന്ന് കൈ കഴുകുകയാണേ. ഇപ്പോൾ ദിവസം ഈ ഒരു റൊട്ടീൻ ഞാൻ ചെയ്യുന്നതിനെ കൊണ്ട് അവൾക്ക് അറിയാം കേട്ടോ അടുത്തത് എന്താണെന്ന്. അതുകൊണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി അടുത്തത് ഇതാണെന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് തരും കേട്ടോ. അങ്ങനത്തെ ചാരുട്ടി പോവുകയാണ്. ചാരുട്ടി ഇപ്പോൾ സൈക്കിളിലാട്ടോ പോവാറുള്ളത്. സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് പോവാറുള്ളത്. അവളുടെ കൂടെ അവളുടെ ഫ്രണ്ടും അവളുടെ അച്ചമ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനും നന്ദൂട്ടിങ്ങളെ ചാരുട്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞയച്ചിട്ടോ. പിന്നെ ഞാനും നന്ദൂട്ടിയും മാത്രമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് പിന്നെ അകത്തേക്ക് കയറി. അപ്പോഴത്തേക്ക് അവൾക്ക് ഉറക്കം വന്നു. പിന്നെ അവളെ ഫീഡ് ചെയ്ത് കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്ത് അവളെ ഉറക്കി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ രാവിലെ ക്യാബിൽ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വർക്കിന് പോകട്ടോ. അപ്പം നന്ദൂട്ടി പിന്നെ എഴുന്നേറ്റു. ഞാനിവിടെ പായലിങ്ങനെ കിടത്തിയതാണ്. എന്നിട്ട് ഇവിടെ ടി വി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാറില്ല. ചില സമയം അവിടെ നോക്കിയിരിക്കുമ്പോൾ 2 മിനിറ്റൊക്കെ ഞാൻ കുഴപ്പമില്ല വിചാരിക്കും. എപ്പോഴും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ കഴിക്കുമ്പോൾ തന്നെ ഞാനും കഴിക്കുകയാണ്. ഏട്ടൻ വീട്ടിൽ വരുന്ന സമയം ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ വേഗം തീർക്കാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം അവളും ഞാനും മാത്രമാകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ആരും നോക്കാനില്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്താ പറയുക, അവളെല്ലാ കാര്യം ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഏട്ടനുള്ള സമയം ഞാൻ മാക്സിമം എല്ലാ പണികളും വേഗം തീർത്ത് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം രാവിലത്തെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കത്തെ കാര്യം നോക്കാം കേട്ടോ. ഉച്ചക്കത്തെ കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. ഞാനിന്ന് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തേങ്ങ പൊട്ടിക്കാൻ എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. ഞാൻ ചില ആൾക്കാർ ഒറ്റ പ്രാവശ്യം എന്താ പറയുക പൊട്ടിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊട്ടി വരും കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം കൊട്ടിയാലേ ഉള്ളൂ തേങ്ങ പൊട്ടാറുള്ളത്. പിന്നെ തേങ്ങ പൊട്ടിക്കുമ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം അരിച്ചിട്ട് കുടിക്കാൻ. അപ്പം ഞാൻ എപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാൻ തന്നെ ആട്ടോ വെള്ളം കുടിക്കാറുള്ളത്. ചാരുട്ടി ഉണ്ടാകുമ്പോൾ ചാരുട്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ അടുത്ത പണി നോക്കുക കേട്ടോ. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചേർക്കാറുണ്ടോ. നമ്മൾ പച്ചക്കറിയിൽ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ പച്ചക്കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികവും പച്ചക്കറിയിൽ അത് ചേർക്കാറുണ്ട്. പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാണെന്ന് ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ മീൻ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഉപ്പൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിലെ ഈ ചെതുമ്പലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോക്കിയിട്ട് അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ എല്ലാവർക്കും പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അധികം പൊരിക്കാമെന്ന് വിചാരിച്ച്. കാരണം കറി വെച്ചാൽ അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എല്ലാ മസാലക്കൂട്ടും എന്നുവെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എടുത്തപ്പോഴാണ് ഉപ്പ് തീർന്ന കാര്യം ഓർമ്മ വന്ന്. പിന്നെ ഉപ്പ് ഇട്ടു അതിനകത്തേക്ക്. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. എനിക്കത് ഭയങ്കര അത്ര താല്പര്യമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇതന്നെ ചേർത്താൽ നമ്മളെ പൊരിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഞാൻ ഇങ്ങനെയാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി കുറച്ച് നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതാ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി വന്ന് നന്ദൂട്ടിനെ കുളിപ്പിക്കാൻ പോവുക കേട്ടോ. അടുക്കളപ്പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ അവളെ കുളിപ്പിക്കാൻ വിചാരിച്ചു. ഇപ്പം തന്നെ 12:30 ഒക്കെ ആയി. ഞാൻ രാവിലെ ഒന്നും അവളെ കുളിപ്പിക്കാറില്ല. ആദ്യമൊക്കെ നേരത്തെ കുളിപ്പിക്കാറുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞൊരു 12 മണി 12:30 ആ ടൈമാണ് കുളിപ്പിക്കാറുള്ളത്. കുളിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അവളെ ഷീറ്റൊക്കെ വിരിച്ച് അവൾക്ക് കുളിച്ച് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. നമ്മളെ മോയ്സ്ചറൈസർ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല. അഥവാ എന്താ പറയുക, പുരികം എഴുതുകയാണെങ്കിൽ വേണമെങ്കിൽ എന്ന രീതിയിലാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ വിറ്റാമിൻ D3 അങ്ങനെ അവളെ കുളിപ്പിച്ച് വന്നു. പിന്നെ ഇതാ വൈകുന്നേരം കേട്ടോ പിന്നീട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചാരുട്ടിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അവൾക്ക് എന്ത് കിട്ടിയാലും അത് എനിക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് അവൾക്ക് കിട്ടിയൊരു സാധനമാണ് ഈ കപ്പലണ്ടി. അപ്പോൾ അവൾക്ക് അത് ആദ്യമായിട്ട് കാണുകയെന്ന് തോന്നുന്നു, ഈ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കൊണ്ട് കാണിച്ചു തന്നാ കേട്ടോ, ഇതാണ് ഇങ്ങനെയാണ് കഴിക്കാന്നൊക്കെ. അങ്ങനെ ഇതാ രാവിലത്തെ ഗോതമ്പ് ഉണക്കാനായിട്ട് ഞാൻ വൈകുന്നേരം കേട്ടോ എന്നോട് മറന്നുപോയി പിന്നെ എടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം വന്ന് എടുക്കുമ്പം വിരിച്ച് വെച്ച ആ പുതപ്പുണ്ടല്ലോ, അതിന് ഒരു ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അതിൽ പുറത്തേക്ക് വീണുപോയി. ഞാൻ വേഗം അതൊക്കെ പെറുക്കി അതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വേഗം ചായ കാച്ചി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചാരുട്ടി നന്ദുകുട്ടിയും കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. വെറുതെ ഒരു ഈവനിങ് വാക്ക്. അത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് കേട്ടോ. നന്ദുകുട്ടിക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ആകുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഒരു 7 മണിക്കായപ്പോൾ ചാരുട്ടിനെ സ്ഥിരം പഠിപ്പിക്കുന്ന സമയമാണ് കേട്ടോ. അത് നമ്മൾ മിസ് ചെയ്യാറില്ല, ദിവസം പഠിപ്പിക്കാറുണ്ട്. 7 മണി തൊട്ട് ഒരു 8 മണി വരെ മാക്സിമം പഠിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചി കേട്ടോ. അവൾ പറഞ്ഞു ഞാനൊന്ന് സ്കെച്ചിന് വെച്ച് മൈലാഞ്ചി ഇട്ടിരുന്നു. അപ്പം ഞാൻ വെച്ച് കൊടുത്തു, എനിക്കിഷ്ടമാണത്. അങ്ങനെ ഇതാ ഏട്ടൻ വന്നപ്പോൾ ഏട്ടന് കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരൊറ്റ ശ്വാസത്തിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. കാരണം നന്ദൂട്ടി ഇതാ എഴുന്നേച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.